നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേച്ചി, സദ്യയെങ്കിൽ സദ്യ എന്റെ ചേട്ടൻ ജിതേന്ദ്രന്റെ വിവാഹത്തിനായിരുന്നു. ആ സദ്യ കഴിഞ്ഞ വേണമെങ്കിൽ 2ാം സ്ഥാനം കൊടുക്കാം വർഷയുടെ കല്യാണ സദ്യക്ക്. അത്രേ ഉള്ളൂ. നിന്റെ സഹോദരന്റെ കല്യാണത്തിന് ഞങ്ങളെ ആരെയും ക്ഷണിച്ചിട്ടുമില്ല, ഞങ്ങളെ വന്നുണ്ടിട്ടുമില്ല. ആ സ്ഥിതിക്ക് നീ പറയുന്നതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കാനല്ലേ ഞങ്ങൾക്ക് പറ്റൂ. അയ്യോ ഹരിതേ, ഞാൻ കുത്തുവാക്ക് പറഞ്ഞതൊന്നുമല്ല. വിക്രമിന്റെ സാമ്പത്തിക സ്ഥിതിയേക്കാൾ ഒരു പടി കൂടി മുന്നിലാ ഹരിതയുടെ വീട്ടുകാരുടെ സാമ്പത്തിക സ്ഥിതിയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. നീ പറഞ്ഞതൊക്കെ സത്യം. അങ്ങനെ സത്യമായിട്ട് അംഗീകരിച്ചാ മതി. അല്ല, ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ വർഷയുടെ ഭാഗ്യത്തെ കുറിച്ചാ. അവക്കിനി കാറിലും കപ്പലിലും വിമാനത്തിലും ഒക്കെ ആയിട്ട് ലോകം മുഴുവൻ ചുറ്റി നടന്ന് ഹണിമൂൺ ആഘോഷിക്കാം. രാജയോഗം ഉള്ളവളാ അവള്. നിങ്ങളൊക്കെ ഒന്ന് നിർത്തുന്നുണ്ടോ? കുറെ നേരമായല്ലോ വിക്രമിന്റെ മഹത്വങ്ങൾ വർണ്ണിക്കാൻ തുടങ്ങിയിട്ട്. മനുഷ്യനെ തല പെരുക്കുന്നു. അല്ല, വന്ദനയ്ക്ക് ഇത് എന്തു പറ്റി? കല്യാണം കഴിഞ്ഞപ്പോ മുതല് ഞാൻ ശ്രദ്ധിക്കാം, വന്ദനയ്ക്ക് ഒരു സന്തോഷവും ഇല്ല. എന്തു പറ്റി മോളെ? എന്തു പറ്റാൻ? അസൂയ. നല്ല ഒന്നാന്തര അസൂയ അവക്ക്. കോടീശ്വരനായ രാജീവത്തെ ഇവളുടെ വിവാഹം നടന്നില്ലല്ലോ. അന്ന് വെച്ചുണ്ടാക്കിയ സദ്യ ആരോട്ട് കഴിച്ചതും ഇല്ല. ഇന്ന് രാജീവിനേക്കാൾ കോടീശ്വരനായ വിക്രമായിട്ട് വർഷയുടെ കല്യാണം നടന്നല്ലോ. സദ്യയുടെ കേമത്വം നമ്മൾ ഇവിടെ പറഞ്ഞു കേൾക്കുകയും ചെയ്തു. ആ സഹോദരങ്ങളാണെന്ന് വെച്ച് അസൂയയും കുശുമും കാണാതിരിക്കോ? ദൈവത്തിന് നിരക്കാത്തത് പറയരുത്. നമുക്ക് ആർക്കും ഒന്ന് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു വിവാഹബന്ധം വർഷയ്ക്ക് കിട്ടിയതില് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നയാളാ വന്ദന. അവൾക്കൊരിക്കലും വർഷയോട് അസൂയപ്പെടാൻ കഴിയില്ല. അക്കാര്യത്തിൽ എനിക്കും വന്ദനേച്ചി വിശ്വാസമാ. ചേച്ചിയുടെ ഈ മൂഡ് ഔട്ടിന് കാരണം മറ്റെന്തുവാ? എന്താണെന്ന് പറഞ്ഞൂടെ ചേച്ചി? വന്ദനമ്മ ഇതുവരെ ദിയമോളെ വഴക്കു പറഞ്ഞിട്ടില്ല. കുറച്ചു മുമ്പ് ദിയമോളെ വഴക്കു പറഞ്ഞു. വന്ദനമ്മയ്ക്ക് എന്താ പറ്റിയത്? ഓ, അസൂയാണെന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ശരിയായ കാര്യം അവളുടെ നാവ് കൊണ്ട് അവള് തന്നെ പറയട്ടെ. പറയടി. എനിക്കൊന്നും പറയാനില്ല. ദയവ് ചെയ്തെന്ന് വെറുതെ വിട്. വന്ദനമ്മേ, അസൂയ അതെന്താ? ഈശ്വരാ, ഇതുപോലൊരു കോടീശ്വരനെ കെട്ടാനുള്ള യോഗം എനിക്കില്ലാതായി പോയി. കിട്ടിയതോ ഒരു ദരിദ്രവാസിയ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.